അപ്പോൾ നമുക്കിനി നമ്മുടെ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് തിയറി ഓഫ് മൾട്ടിലെയർ ഫിലിംസ് അതും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഈ മൾട്ടിലെയർ ഫിലിംസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദീസ് ഫിലിംസ് ആർ യൂഷ്വലി ഡെപ്പോസിറ്റഡ് ഓൺ ഗ്ലാസ് ഓർ മെറ്റൽ സബ്സ്ട്രേറ്റ് ബൈ ഹൈ വാക്വം ഇവാപ്പറേഷൻ. And these multilayer films can be used as reflecting coatings for camera lenses and other optical instruments. And also it can be used as heat reflecting and heat transmitting mirrors. Okay. Then in multilayer films ഒരു single layer of dielectric ഉണ്ട്. And consider that dielectric has L thickness. And it has a index N1. Okay, L thickness ഉണ്ട് and it has N1 refractive index. And this placed between two media, infinite media of indices N0 and N1. Okay, ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഡൈലക്ട്രിക് ഉണ്ട്. ആ ഡൈലക്ട്രിക് പ്ലേസ് ചെയ്തിട്ടുള്ളത് N0ൻ്റെയും N-ൻ്റെയും ഇടയിലാണ്. N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു സിംഗിൾ ലെയർ ഡൈലക്ട്രിക്. And it has L thickness. And we considering here the normal incidence. അപ്പോൾ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ നോർമൽ ഇൻസിഡൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമുക്കറിയുന്ന കാര്യം തന്നെ ആംപ്ലിറ്റ്യൂഡ്, ഇൻസിഡൻറ്റ് ബീമിൻ്റെ ആംപ്ലിറ്റ്യൂഡ് E0 ആണ്. ആൻഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് E0 ഡാഷ് ആൻഡ് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ET. ഓക്കെ, ഫിഗർ കാണുന്നുണ്ടല്ലോ. E0 ഇൻസിഡൻറ്റ് ചെയ്യുന്നു, E0 ഡാഷ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ET ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അഗൈൻ E1 ഉണ്ട്, E1 ഡാഷ് ഉണ്ട്. E1 ആൻഡ് E1 ഡാഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് വേവ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദി ബൗണ്ടറി കണ്ടീഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് സർഫേസ് ഉണ്ട് അല്ലേ, ഒന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സർഫേസ്, ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സർഫേസ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ആൻഡ് സെക്കൻഡ് ഇൻ്റർഫേസ്. ഫസ്റ്റ് ഇൻ്റർഫേസിൽ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ എങ്ങനെ എഴുതാം? ബൗണ്ടറി കണ്ടീഷൻ ക്യാൻ ബി റിട്ടൺ ആസ് E0, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആണെങ്കിൽ E0 പ്ലസ് E0 ഡാഷ് ഈക്വൽ ടു E1 പ്ലസ് E1 ഡാഷ്. അത് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ H0 മൈനസ് H0 ഡാഷ് ഈക്വൽ ടു H1 മൈനസ് H1 ഡാഷ്. മാഗ്നറ്റിക് നമ്മൾ എച്ചിനെ ഈൻ്റെ ടേംസിലോട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് N0 E0 മൈനസ് N0 E0 ഡാഷ് ഈക്വൽ ടു N1 E1 മൈനസ് N1 E1 ഡാഷ്. അതേപോലെ തന്നെ സെക്കൻഡ് ഇൻ്റർഫേസിൽ നമുക്ക് എഴുതാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ E1 e raised to IKL പ്ലസ് E1 ഡാഷ് e raised to മൈനസ് IKL ഈക്വൽ ടു ET. And H1 e raised to IKL minus H1 dash e raised to IKL equal to HT. Again നമ്മൾ Hനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ N1 E1 e raised to IKL minus N1 E1 dash e raised to minus IKL equal to NT ET. ദെൻ സെക്കൻഡ് ഇൻ്റർഫേസിൽ ഇവിടെ ഒരു e raised to IKL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ട്. ഇത് റെപ്രസെൻറ്റ് ദി ഫേസ് ഫാക്ടർ. ഒരു ഫേസ് ഫാക്ടറിനെയാണ് e raised to IKL ഉണ്ട്, അതുപോലെ തന്നെ മൈനസും ഉണ്ട്. അപ്പോൾ ആ രണ്ട് ടേമും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫേസ് ഫാക്ടേഴ്സിനെയാണ്. ദെൻ നമ്മൾ ഈ ഇക്വേഷന്, ഈ തേർഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷന് നമ്മൾ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇക്വേഷൻ ലൈക്ക് ദിസ്. അപ്പോൾ കോസൊക്കെ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ e raised to IKLൻ്റെ ടേം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാം, കോസിൻ്റെ സൈനിലോട്ട് ഇതിൻ്റെ ടൈമിലോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇനി ഈ ഇക്വേഷനെ എന്ത് ചെയ്യാം, നമ്മളൊരു മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ വരും? ലെഫ്റ്റ് സൈഡ് നോക്കിയേ, 1 വരും, N0 വരും, 1 മൈനസ് N0 E0 ഡാഷ് ബൈ E0 കോമൺ ആയിട്ട് എടുത്തു ഈക്വൽ ടു അടുത്ത മെട്രിക്സ് എങ്ങനെ വരും? കോസ് KL മൈനസ് I ബൈ N1 സൈൻ KL മൈനസ് I N1 സൈൻ KL കോസ് KL. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു NT ഔട്ട് സൈഡ് ഉണ്ട്. അടുത്തത് 1/1 NT ET ബൈ E0 കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇനി ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണേ. അതായത് നമ്മളിവിടെ E0 ബൈ നമ്മുടെ ഈ ഇക്വേഷനിൽ വരുന്ന E0 ഡാഷ് ബൈ E0നെ വി ടേംഡ് ആസ് R എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടേം ചെയ്തു. ഇറ്റ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം, റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് R ഈക്വൽ ടു E0 ഡാഷ് ബൈ E0. ദെൻ എഗെയിൻ നമ്മുടെ ഒരു വലിയ മെട്രിക്സ് ഉണ്ടായിരുന്നു, കോസിൻ്റെ സൈൻ്റെ ഒക്കെ ടേമുള്ള മെട്രിക്സ്. ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ ക്യാപിറ്റൽ M. അത് നമ്മൾ ക്യാപിറ്റൽ M വെച്ചിട്ടും റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എങ്ങനെയായിട്ട് മാറി? 1/N0 പ്ലസ് 1/N1
മൈനസ് N0 ഇൻറ്റു R ഈക്വൽ ടു M ഇൻറ്റു 1/NT ഇൻറ്റു T. ഓക്കെ, ക്ലിയർ ആണല്ലോ? എഗെയിൻ ടി പറഞ്ഞില്ല. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ET/E0. ഓക്കെ, ഇതിനകത്ത് ET/E0 ഈ ടേമിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദി മെട്രിക്സ് നോൺ ആസ് ദി ട്രാൻസ്ഫർ മെട്രിക്സ്. ഓക്കെ, ഈ മെട്രിക്സ് ആണ് ട്രാൻസ്ഫർ മെട്രിക്സ്. ഇറ്റ്സ് കോൾഡ് ആസ് ട്രാൻസ്ഫർ മെട്രിക്സ് റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ M. ഓക്കെ, ഇനി N we know that's index of refraction and K can be 2π/λ, അല്ലെങ്കിൽ അതിന് മാറ്റിയിട്ട് 2π/n1/λ0 ആക്കിയിട്ട് എഴുതാനായിട്ട് പറ്റും. Now suppose that we have n layers numbered 1, 2, 3 etc. having indices of refraction n1, n2, n3 etc. up to nn and thickness L1, L2, L3 etc. Ln. In the same way that we can show that the reflection and transmission coefficient of multilayer films are related by similar matrix equation. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ M1, M2, M3 എക്സെട്ര Mn ഇൻറ്റു 1/NT T ആ രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത കാര്യം അതൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ABCD ഫോമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഷോർട്ട് ചെയ്തിട്ട് എഴുതാനുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ അതിൽ ആറും T കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 2-3 പേജും കൂടെ ഉണ്ട്, അത് ഞാനൊന്ന് അയച്ചിടാം. നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓൾസോ ഇപ്പം ഇവിടെ നോട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഇതിനകത്ത് പറയാനായിട്ട് വരുന്നുള്ളൂ.